Welcome back to my Java class. In the last video, we studied the basics of Java. Object-oriented programming language in a class in Java introduction. Object in this video, what are the principles of object-oriented programming language? Principles of OOP. What is meant by OOP? Object-oriented programming language. That's the principles are. Let's check. Okay. What are they? First one is abstraction. Okay. And second point, inheritance. And third point is encapsulation. The last one is polymorphism. You will see in Java, you will see 4 points are important principles. Okay? Now, check. First one is abstraction. What's the definition of abstraction? Do you know? Abstraction is to represent essential features of a system without getting involved with the complexity of the entire system. That is, we use a system technology in just the result നോക്കാറുള്ളൂ അല്ലേ എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതല്ലാതെ അതിൽ നിന്ന് എന്ത് ഇപ്പം നമ്മൾ മോഡേൺ ടെക്നോളജിയിൽ ഏത് സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ടെക്നോളജിനെ കുറിച്ചൊന്നും നമ്മൾ ബോധേഡ് ആവാറില്ല അല്ലേ അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അതായത് നിങ്ങളൊരു ക്യാമറ ഓപ്പറേറ്റ് ചെയ്യണം ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ സ്വിച്ചസോ അതിൻ്റെ ഉള്ളിലെ ഫങ്ഷൻസോ അതിൻ്റെ ടെക്നോളജിയോ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കാറില്ല നമ്മളെപ്പോഴും എന്താ ചെയ്യണേ എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റും ഏത് സ്വിച്ചിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കിട്ടും നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റും ഓക്കെ അത് മാത്രമേ നിങ്ങൾ ചിന്തിക്കാറുള്ളൂ ജസ്റ്റ് നമുക്ക് എന്താ തരുന്നത് ഈ ഒരു സിസ്റ്റം നമുക്കൊരു നല്ലൊരു ഔട്ട്പുട്ടാണ് തരുന്നത് അത് തന്നെയാണ് ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു മെയിൻ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ അതായത് നമുക്ക് എപ്പോഴും എന്താ പറയുക ഒന്നിനെക്കുറിച്ചും ബോധേഡ് ആവാതെ കറക്റ്റ് റിസൾട്ടിലേക്ക് തരുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അതാണ് അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഒന്നുകൂടി ഞാൻ അതിൻ്റെ ഡെഫിനേഷൻ പറയാം അബ്സ്ട്രാക്ഷൻ ഈസ് ടു റെപ്രസെൻറ്റ് essential features of a system without getting involved with the complexity of the entire system. ഓക്കെ ഇപ്പം നമ്മളൊരു മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ മ്യൂസിക്കിൻ്റെ നമ്മൾ കേൾക്കുന്ന ആ ഒരു ഡിവൈസ് ഏതിലാണോ ഇപ്പം സ്റ്റീരിയോന്നാണോ കമ്പ്യൂട്ടറിനാണോ കേൾക്കുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഈ മ്യൂസിക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ബോധേഡ് ആവാറില്ല ജസ്റ്റ് ലിസൺ ദ മ്യൂസിക് അല്ലെങ്കിൽ എൻജോയിങ് ദ മ്യൂസിക് എൻജോയ് ചെയ്യുക ലിസൺ ചെയ്യുക ചെയ്യാറുള്ളൂ അപ്പം നമ്മൾ എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത് അതാണ് നോക്കണേ ആ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ അബ്സ്ട്രാക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് ഓക്കെ I think you all understood the meaning. എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു എന്താണ് അബ്സ്ട്രാക്ഷൻ ഒന്നുകൂടി പഠിക്കുക നന്നായി പഠിക്കുക നല്ലൊരു important thing ആണ് abstraction is to represent essential features of a system without getting involved with the complexity of the entire system. Okay, let's check the next one. What's the next point? Inheritance. What is that? Inheritance. Inheritance means it is the process by which one object acquires the properties of another. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ പാരൻസിൽ നിന്ന് നമ്മൾ കുറേ ബിഹേവിയർ ഇൻഹെറിറ്റ് ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ പാരൻസ് അവരുടെ പാരൻസിൽ നിന്ന് കുറേ ബിഹേവിയർ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇതൊരു ടേൺ ആണ് അതുപോലെ നമുക്ക് ഓരോ ഫസ്റ്റ് എന്താ പറയുക നമ്മളുടെ ഗ്രാൻഡ് പാരൻസ് ആണ് അവരുടെ കയ്യിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത പാരൻസ് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തു അത് തന്നെയാണ് ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ അവൈലബിൾ ആണ് അതായത് നമുക്കൊരു മെയിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം ഫസ്റ്റ് തന്നെ എന്നിട്ട് അതിൻ്റെ സബ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സബ് ക്ലാസ്സുകൾക്ക് മെയിൻ ക്ലാസ്സിലുള്ള എല്ലാ പ്രോപ്പർട്ടിയും ആക്സസ് ചെയ്യാൻ പറ്റും ഇനി ഓരോ സബ് ക്ലാസ്സിനും അവരുടേതായ സെപ്പറേറ്റ് പ്രോപ്പർട്ടിയും ഉണ്ടാവും ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ മെയിൻ ക്ലാസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിന് നമ്മൾ സൂപ്പർ ക്ലാസ് എന്ന് പറയാം പാരന്റ് ക്ലാസ് എന്ന് പറയാം മെയിൻ ക്ലാസ് എന്ന് പറയാം ഓക്കെ ഇനി അതിൻ്റെ സബ് ക്ലാസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സസിന്റെ പേരാണ് എക്സ്റ്റെൻഡഡ് ക്ലാസ് സബ് ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ് ഇങ്ങനെയുള്ള പേരുകളാണ് അറിയപ്പെടുന്നത് ഓക്കെ ഇതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇനി എൻ്റെ ഡെഫിനേഷൻ എന്താണ് നമുക്ക് ഒന്നുകൂടി നോക്കാം ഇൻഹെറിറ്റൻസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വൺ object acquires the properties of another object. The class whose properties acquired is called a base class or superclass or main class or parent class. And the class in which the property of the base class is acquired a derived class or extended class or subclass or child class. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Let's take the next one. The next point is encapsulation. What's the meaning of encapsulation? Do you know? The wrapping up of data and the function into a single unit is known as encapsulation. നമ്മൾ പറഞ്ഞു ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ ജാവ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും ഫസ്റ്റ് തന്നെ ക്ലാസ്സിൽ നമ്മൾ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യും
ഈ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ ഫംഗ്ഷൻസും ഡേറ്റയും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡേറ്റയെയും ഫംഗ്ഷനെ നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആക്കി അതിൻ്റെ ഉള്ളിൽ റാപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ ഒരു പ്രോഗ്രാമറിന്റെ ഒരു പെർമിഷൻ ഇല്ലാതെ വേറൊരു പുറത്തു നിന്ന് ഒരാൾക്ക് അതിനെ അറ്റാക്ക് ചെയ്യാനോ ആക്സസ് ചെയ്യാനോ പറ്റില്ല. അപ്പം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഡാറ്റയെ സെക്യൂർ ആക്കണ പ്രോപ്പർട്ടിനെ പറയുന്നത് എൻക്യാപ്സുലേഷൻ. The wrapping up of data and the function into a single unit is called encapsulation. Okay. ഇവിടെ നമുക്ക് രണ്ട് ബെനിഫിറ്റ്സ് ആണുള്ളത്. One is modularity and second one is information hiding. I think you all understood the meaning. Once again, I am saying the definition. The wrapping up of data and functions into a single unit is called encapsulation. It is a mechanism that binds together the code and the data manipulates. This keeps both safe from the outside interference and misuse. Okay, I think you all understood the meaning of this encapsulation. Let's take the next point. What's the next point? Polymorphism. Okay, what's the definition of a polymorphism? It allows two or more classes to respond to the same message in different ways. Overloading and overriding are the two types of polymorphism. That means the polymorphism means if you നമ്മളിപ്പം രണ്ട് നമ്പേഴ്സ് അഡീഷൻ ചെയ്യാൻ പോകണം. അഡീഷൻ ചില ആൾക്കാർ ചെയ്യുമ്പോൾ അത് 2 നമ്പേഴ്സ് ആയിരിക്കും, ചിലർ ചെയ്യുമ്പോൾ അത് 3 നമ്പേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ 1 ഡെസിമൽ നമ്പറും ചിലപ്പോൾ ഒരു ഹോൾ നമ്പർ എടുത്തിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ ഇതിനും ഓപ്പറേഷൻ സെയിം തന്നെ. അതായത് അഡീഷൻ എന്നുള്ള നമ്മൾ വേർഡ് യൂസ് ചെയ്തിട്ട്, അഡീഷൻ എന്നുള്ള ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സും ഡിഫറെൻറ്റ് നമ്പേഴ്സും ഉള്ള ഡേറ്റയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് അല്ലേ. അപ്പം എല്ലാത്തിൻ്റെ പേര് അഡീഷൻ തന്നെ. അതായത് ഒരേ നെയിം യൂസ് ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഡിഫറെൻറ്റ് പർപ്പസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിമോർഫിസം. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് പോളിമോർഫിസം. നമ്മൾ ഒരു സെയിം വേർഡ് തന്നെ പല ടൈപ്പിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അത് വാട്ട്സ് ദ മീനിങ് ഓഫ് ഡക്ക്? വി നോ നമ്മൾ സാധാരണ ഒരു വാട്ടർ ബേർഡിനെയാണ് ഡക്ക് എന്ന് യൂസ് ചെയ്യാറ് ഇംഗ്ലീഷിൽ അല്ലേ. അത് കൂടാതെ ക്രിക്കറ്റിൽ വരുമ്പോൾ ഡക്കിൻ്റെ മീനിങ് എന്താ? നോ സ്കോർ, അതായത് സ്കോർ എടുക്കാതെ ബാറ്റ്സ്മാൻ ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡക്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഡക്ക് എന്നുള്ളതിൽ തന്നെ നമ്മൾ രണ്ട് ടൈപ്പിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അത് തന്നെയാണ് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. നമുക്ക് ഒരേ ഫംഗ്ഷൻ ഒരേ പേരിൽ തന്നെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ അവൈലബിൾ ആണ്. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് object oriented programming language. Let's check what are they. First one is abstraction, second one inheritance, third one encapsulation, fourth one polymorphism. Once again I am saying the definitions. Abstraction is to represent essential features of a system without getting involved with the complexity of the entire system. Inheritance is the process by which one object acquires the properties of another object. The class whose properties acquired is called base class. The class in which the property of the base class is acquired is called derived class. Encapsulation. The wrapping up of data and functions into a single unit is known as encapsulation. It is a mechanism that binds together code and the data it manipulates. This keeps both safe from outside interference and misuse. Benefits: modularity and information hiding. The last one is polymorphism. It allows two or more classes to respond to the same message in different ways. Overloading and overriding are two types of polymorphism. These are the 4 points. Next one, implementing objects. എന്താണ് ഇംപ്ലിമെൻറ്റിംഗ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ? അവർ എയിം ഈസ് ടു ഇംപ്ലിമെൻറ്റ് എ റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ഇൻ ദ ഫോം ഓഫ് സോഫ്റ്റ്വെയർ ഒബ്ജക്റ്റ്. ഓക്കെ, നമ്മൾ റിയൽ വേൾഡിലുള്ള ഒരു ഒബ്ജക്റ്റിനെ സോഫ്റ്റ്വെയർ ഒബ്ജക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രോഗ്രാമിംഗ് കൊണ്ട്. റിയൽ വേൾഡിലെ ഒരു ഒബ്ജക്റ്റിന് എന്തൊക്കെ ഉണ്ടാവും? ക്യാരക്ടറിസ്റ്റിക്സും ബിഹേവിയറും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു മോട്ടോർ ബൈക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? കറൻറ്റ് ഗിയർ, ടു വീൽസ്, നമ്പർ ഓഫ് ഗിയേഴ്സ്. അതിനെന്തൊക്കെ ഗിയർ എങ്ങനെയാണ്, കറണ്ട് ഗിയർ എങ്ങനെയാണ്, ടു വീൽസിൻ്റെ നമ്പർ ഓഫ് ഗിയേഴ്സ്, അതൊക്കെയാണ് നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇനി എന്താണ് അതിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ? ബിഹേവിയർ മീൻസ് ബ്രേക്കിംഗ്, ആക്സിലറേറ്റിംഗ്, ചേഞ്ചിങ് ഗിയേഴ്സ്, ഇതെല്ലാമാണ് അതിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്.
ഇനി അതിനെ നമ്മളൊരു സോഫ്റ്റ്വെയർ ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യണേ? ഈ സ്റ്റേറ്റും ബിഹേവിയർ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് നമുക്കറിയാം അല്ലേ, റിയൽ വേൾഡിൽ. ഇപ്പം അതിനെ സ്റ്റേറ്റിനെ നമ്മൾ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ അതിനെ വേരിയബിൾസ് ഓർ ഡാറ്റ ഐറ്റംസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ബിഹേവിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫങ്ഷൻസ് ഓർ മെത്തേഡ്സ്. ഫങ്ഷൻസ് എന്നോ മെത്തേഡ്സ് എന്നൊക്കെയാണ് പ്രോഗ്രാമിൽ നമ്മൾ ഈ ബിഹേവിയറിനെ വിളിക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റിനെ വിളിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ഓർ ഡേറ്റ ഐറ്റംസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മോട്ടോർ ബൈക്കിൻ്റെ എക്സാമ്പിൾ എടുത്താൽ നമുക്കറിയാം എന്താ പറഞ്ഞത്, അതിൻ്റെ ഗിയേഴ്സ്, വീൽസ് എത്രണ്ണമുണ്ട്, നമ്പർ ഓഫ് ഗിയേഴ്സ്, അതെല്ലാമാണ് നമ്മൾ ഇവിടെ വേരിയബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കളർ ഒക്കെ. ഇനി അതിൽ ഫങ്ഷൻസ് ആയിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക? ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫങ്ഷൻ കൊടുക്കുക, ആക്സിലറേറ്റിംഗ്, ചേഞ്ചിങ് ഗിയേഴ്സ്, ഇതെല്ലാം നമ്മൾ ഫങ്ഷനായിട്ട് പ്രോഗ്രാമിൽ, മെത്തേഡ്സ് ആയിട്ട് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഒബ്ജക്റ്റ് ഫാക്ടറി? ഒബ്ജക്റ്റ് ഫാക്ടറി എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻ ഒബ്ജക്റ്റ് ഫാക്ടറി ഈസ് എ പ്രൊഡ്യൂസർ ഓഫ് ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റ് ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്ട്സിൻ്റെ ഒരു പ്രൊഡ്യൂസറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്ന്. ഇപ്പോൾ ക്ലാസ്സിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മാരുതി, ഓൾട്ടോ, ബെൻസ് എല്ലാം എടുക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് കാറാണ്, കാർ എന്നുള്ളൊരു ഗ്രൂപ്പാണ്. ഇനി പെൻ എന്നുള്ളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്ട്സ് ഏതൊക്കെയായിരിക്കും? റോട്ടോമാക്, റെയിനോൾഡ്, അങ്ങനെ വരും അല്ലേ. അപ്പോൾ നമ്മൾ ഇറ്റ് അക്സെപ്റ്റ്സ് സം ഇൻഫോർമേഷൻ അബൌട്ട് ഹൗ ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് സച്ച് എസ് വാല്യൂസ് ഡിപിക്റ്റിംഗ് its state and then returns an instance of that object's valid representation and the nature of the information that is determined by the object factory and is closely tied to the abstraction represented by a class as ഒബ്ജക്റ്റ് ഫാക്ടറി. അതുകൊണ്ടാണ് ക്ലാസ്സിൽ നമ്മൾ ഒബ്ജക്റ്റ് ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രൊഡ്യൂസറാണ്. ഒരേപോലെയുള്ള ഇപ്പോൾ കോമൺ ആയിട്ടുള്ള കുറേ തിങ്സ് ഉള്ള ഒരു കാറിനൊരു ഗ്രൂപ്പിൽ, അപ്പോൾ കാറിനൊരു നമ്മളൊരു എന്താ പറയുക ഒരു ഗ്രൂപ്പ് നെയിം കൊടുത്തേക്കാണ് കാറിനുള്ളത്. അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ആണ് മാരുതി, ബെൻസ്. അതിനെല്ലാം കോമൺ ആയിട്ട് കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. അതുകൊണ്ടെല്ലാം അതിനെല്ലാം കൂടി നമുക്കൊരു ഗ്രൂപ്പ് നെയിമിൻ്റെ അണ്ടറിൽ വരുത്തുന്നതാണ് അതിനെയാണ് നമ്മൾ ക്ലാസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ ഇൻഡിവിജ്വൽ എൻറ്റിറ്റീനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഓരോ ഇൻഡിവിജ്വൽ എൻറ്റിറ്റിയുടെ ഒരു പ്രൊഡ്യൂസറാണ് ഒബ്ജക്റ്റ് ഫാക്ടറി ആയ ക്ലാസ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക് യു.